താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ തന്നെ പലപ്പോഴുമുള്ള പരാതിയാണ് എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ കഷ്ടതയിൽ തന്നെ തുടരേണ്ടി വരുന്നത്, ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകത്തത് അല്ലേ? അപ്പോൾ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, അർത്ഥം ദൈവം ചെകിടനെന്നോ, ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാത്തവനെന്നോ, ദൈവത്തിന് കഴിവില്ല എന്നോ അല്ല. അങ്ങനെ ഒരു അർത്ഥമില്ല. അത് നിങ്ങൾക്കും അറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾക്കറിയാം ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്, പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി അവൻ്റെ ഭക്തൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നവനാണ്, അറിയാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല, അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാതിരിക്കുവാൻ പല പല കാരണങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും അതിനുള്ള പരിഹാരവും അതാണ് ഇന്നത്തെ മെസ്സേജിലൂടെ നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. ഒരു മാറ്റം ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഞാൻ വരുത്തും. എനിക്ക് വേണ്ടത് എൻ്റെ ദൈവത്തിൽ നിന്ന്, സർവശക്തനായ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കും. ആ ഒരു വിശ്വാസത്തോടെ, ആ ഒരു ഉറപ്പോടെ തന്നെ ഒപ്പം വന്നാട്ടെ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട, ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മറ്റൊന്നല്ല, പാപം തന്നെ. പാപം അത് ബൈബിളും വ്യക്തമായി പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഇങ്ങനെയുള്ള ഒത്തിരി വാക്യങ്ങൾ വേദപുസ്തകത്തിനകത്ത് നിങ്ങൾക്ക് കാണുവാനായി കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പോൾ പാപം, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പാപം, നമ്മൾ ചെയ്തു പോകുന്ന പാപം, ആ പാപം നമ്മെയും നമ്മുടെ ദൈവത്തെയും തമ്മിൽ തെറ്റിപ്പിക്കുന്നു, രണ്ട് ചേരിയിലാക്കി തീർക്കുന്നു. നമുക്കും ദൈവത്തിനുമായി സമാധാന ബന്ധമില്ല, നല്ലൊരു റിലേഷൻ ഇല്ലാതെ വരുന്നു. ഫലമോ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന കേൾക്കത്തില്ല. ഇപ്പോൾ ഈ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ ഒത്തിരി സംശയങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കുണ്ടാകാം. ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പാപവും ചെയ്തില്ലല്ലോ. അതിനർത്ഥം പാപം ചെയ്തില്ലെന്നല്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തില്ല എന്നർത്ഥം. അറിയാതെയും പാപമുണ്ടാകാം നിങ്ങളുടെ വാക്കുകളിൽ. സഹോദരനെ നിസാരാ എന്ന് വിളിച്ചാൽ നീ അഗ്നി നരകത്തിന് യോഗ്യനെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു. എത്രയോ തവണ വാക്കിൽ പാപം വരാം, നോട്ടത്തിൽ പാപം വരാം, അന്യനുള്ളത് മോഹിച്ചാൽ അതും പാപമാണ്, എടുക്കണ്ട, അതും പാപമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എത്രയോ തവണ അറിഞ്ഞോ അറിയാതെയോ ആ പാപം ചെയ്തിരിക്കാം. ഇങ്ങനെ പല പല നിലകളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പാപം ചെയ്യുന്നു. അപ്പോൾ ചിലർക്കൊക്കെ വീണ്ടും ഒരു സങ്കടം വരും, അങ്ങനെ അല്ല, ഞാൻ പാപം ചെയ്യത്തില്ല. ഞാൻ പാപികളിൽ നമ്പർ 1 ആയ ഒരു വ്യക്തിയെ വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആ വ്യക്തിയുടെ പേര് പൗലോസ് എന്നാണ്. താൻ സ്വയം തന്നെ വിശേഷിപ്പിച്ചത് ഞാനാണ് പാപികളിൽ ഒന്നാമനെന്നാണ്. അദ്ദേഹം സ്വയം ആ വിശേഷണം ഏറ്റെടുത്തത് കൊണ്ട് ഞാൻ 2-ാം സ്ഥാനം ഏറ്റെടുത്തു, ഞാനാണ് 2-ാമത്തെ പാപി. അപ്പോൾ 1-ാമത്തെ പാപിയുടെ പ്രത്യേകത അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, ഇച്ഛിക്കുന്നു, എങ്കിലും ഇച്ഛിക്കാത്ത തിന്മയത്രേ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞാൻ നന്മ ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹമൊക്കെ നല്ലത് ചെയ്യണം, നന്മ ചെയ്യണം, ആർക്കും ദ്രോഹം വരുത്തരുത്, ആരോടും ഒരു തെറ്റ് ചെയ്യരുത്. പക്ഷെ അറിയാതെ തെറ്റുകൾ ജീവിതത്തിലുണ്ടാകുന്നു, പാപം കടന്നു വരുന്നു. ആ പാപം നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ തെറ്റിപ്പിക്കും. പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുചെന്നെത്തിക്കും. ഇനി അടുത്തൊരു കാര്യം, ഞാൻ അങ്ങനെ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇല്ലേ? അതല്ലേ പലപ്പോഴും പറയുന്നത്, ഞാൻ കൊന്നിട്ടില്ല, ഞാൻ ആരുടെയും പിടിച്ചു പറിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ മറ്റു പലരും ചെയ്യും പോലെ ഒന്നും, അതും കൂടെ ഇതിനകത്തുണ്ട് കേട്ടോ, മറ്റു പലരും ചെയ്യുന്നത് പോലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. മറ്റു പലരല്ല നീ, 1-ാമത്തെ കാര്യം. 2, പാപത്തിന് വലിപ്പ ചെറുപ്പമൊന്നുമില്ല. 5 കോടി മോഷ്ടിക്കുന്നവനും 5 രൂപ മോഷ്ടിക്കുന്നവനും കള്ളനാണ്. അതുകൊണ്ട് ഇനി സംശയമില്ലല്ലോ, പാപം വലുത് ചെറുത് ഇടത്തരം മീഡിയം അങ്ങനെയൊന്നുമില്ല. പാപം എല്ലാം പാപം തന്നെയാണ്. അത് വലുതായിരുന്നാലും ചെറുതായിരുന്നാലും പാപം തന്നെയാണ്. പാപം നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ വേർതിരിക്കും. ഇനി പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പാപം, ആ പാപത്തിൽ തന്നെ നമ്മെ തുടരുമാറാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതെന്താണല്ലേ? നമുക്കൊപ്പമുള്ള 5 പേർ ആ പാപത്തെ സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ ഉള്ളം കൊണ്ട് നമ്മൾ നിരൂപിക്കും, അവരൊക്കെ പറഞ്ഞല്ല, അപ്പോൾ ഇത് പാപമല്ല, ഇത് എൻ്റെ ശരിയാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ്.
അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാപത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ചുറ്റുമുള്ള ഒത്തിരി പേര് കാണും. ആ പാപത്തെ വിട്ടുകളയാതെ അതിൻ്റെ പുറത്ത് സഞ്ചരിക്കുവാനായി നമ്മെ പ്രേരിപ്പിക്കുന്നവർ. അപ്പോൾ നമ്മളൊരു തെറ്റ് ചെയ്തു, ആ തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളത് വിട്ടുകളയുന്നില്ല എങ്കിൽ അതിന് തക്കവണ്ണം ഒത്തിരി പേർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു. കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് കൂടെ നിൽക്കാൻ കുറേ പേർ. അത് എപ്പോഴും പാപം ചെയ്യുന്നവർക്കൊപ്പം ഉണ്ടാകും. നിങ്ങൾ മദ്യപിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ മദ്യപാനം ശരിയെന്ന് പറയുന്ന കുറേ പേരുണ്ടാകും. നിങ്ങളൊരു വഴക്കാളിയാണെങ്കിൽ അത് തന്നെ, ആ വഴക്ക് കൂടിയതിന് കാര്യമുണ്ട്, നീ 2 കൊടുക്കാനുള്ള എന്ന് പറയുവാൻ ഒത്തിരി പേരുണ്ടാകും. അപ്പോൾ പാപം ചെയ്യുമ്പോൾ അതിനൊപ്പം നിന്ന് നമ്മെ സപ്പോർട്ട് ചെയ്യുവാനായി ഒത്തിരി പേരുണ്ടാകും, പാപികളായ ഒത്തിരി പേരുണ്ടാകും. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതം ദൈവത്തോടൊപ്പം കൊണ്ടുപോകാനായിട്ടൊന്ന് ഇറങ്ങി തിരിച്ചു നോക്കിയേ, പ്രാർത്ഥിച്ച് ദൈവമേ എന്ന് പറഞ്ഞ് ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുവാൻ തുടങ്ങി നോക്കിയേ, ലോകം നിങ്ങളെ എതിർക്കും. അതവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ, വെറുതെ പരസ്യയോഗം നടത്തിക്കൊണ്ടിരുന്നിടത്ത് കുറേ പേര് വന്ന് വളഞ്ഞു നിന്ന് ആ പരസ്യയോഗം നടത്തിയവരെ അപമാനിക്കുകയും അവിടെ നിന്ന് ഓടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മദ്യപിക്കാത്ത, മാനമര്യാദയ്ക്ക് കുടുംബം നോക്കുന്ന, സമൂഹത്തിനൊരു ദോഷം വരുത്താത്ത, അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്ന, മറ്റുള്ളവർക്ക് നല്ലത് വരുത്തണമേ എന്ന് പറഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങനെയുള്ളവരെ ആർക്കും വേണ്ട. അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല. ഈ പറയുന്ന ഉടായിപ്പൊക്കെ കാണിച്ച് മറ്റവൻ്റെ അതിരും മാന്തി സഹോദരനുള്ളതും പിടിച്ചു പറിച്ച് അങ്ങനെയൊക്കെ നടക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനും കൊണ്ടു നടക്കുവാനുമായിട്ട് ഒത്തിരി ആൾക്കാർ. അപ്പോൾ അവർ വിചാരിക്കും ശരിയാ, ഞാൻ ചെയ്തത് ശരിയാ, അപ്പോൾ എന്നോടൊപ്പം നിൽക്കുവാൻ എല്ലാം അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അങ്ങനെ നമ്മൾ തുടരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ പാപത്തിൽ സഞ്ചരിക്കുവാനായിട്ട് തുടങ്ങും. ഈ പാപം നമ്മെ പാപത്തിൻ്റെ അപ്പനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. പാപം ചെയ്യുന്നവർ അതിൽ തന്നെ തുടരുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, പാപം ചെയ്യുമ്പോൾ ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന, ജഡത്തിന് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ? പാപം ചെയ്യുന്നു, മറ്റൊരുവൻ അധ്വാനിച്ച് വെച്ചിരിക്കുന്നവരെ മോഷ്ടിച്ചെടുക്കുമ്പോൾ നമ്മൾ അധ്വാനിക്കാതെ കിട്ടുന്നതാ ജഡത്തിന് സന്തോഷമാണ് അല്ലേ? വേറൊരുത്തര അർഹതപ്പെട്ട് നമ്മൾ അടിച്ചു മാറ്റുമ്പോൾ അല്പം ഒരു സന്തോഷമൊക്കെ കിട്ടും. ആ സന്തോഷമാണ് പലരെയും പാപത്തിൽ തന്നെ തുടരുവാൻ പ്രേരിപ്പിക്കുന്നത്. പ്രിയരെ, പിശാച് അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം തരുന്നു എങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങളെ പിശാച് ഒരു ബ്രോയിലർ ചിക്കനായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബ്രോയിലർ ചിക്കൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെള്ളക്കോഴി. അത് വളർത്തുന്ന ഫാമിൽ പോയി നിങ്ങൾ നോക്കുക. കൃത്യസമയത്തിന് ആഹാരം സമയാസമയത്തിന് തന്നെ കൊടുക്കും. അതെ, നല്ല പോഷക ഗുണമുള്ള കാലിത്തീറ്റ തന്നെ നൽകും. കൂടൊക്കെ നല്ലപോലെ വൃത്തിയാക്കും, വെള്ളം വെച്ച് കൊടുക്കും, ഇഞ്ചക്ഷൻ കൊടുക്കും. അയ്യോ, അത് കാണുമ്പോൾ ഈ കോഴികളൊക്കെ വിചാരിക്കും ഞങ്ങളൊക്കെ ഭാഗ്യവാന്മാരാ. കൂട്ടിനകത്ത് കിടക്കുക, പുറത്ത് നാടൻ കോഴികളുണ്ട്, കിട്ടുന്നതും കൊത്തിപ്പറക്കിയൊക്കെ തിന്ന് എങ്ങനെയെങ്കിലും ജീവിക്കുന്ന കോഴി. അതിനോടൊക്കെ ഒരു അസൂയ തോന്നും. ഇവരൊക്കെയും ജീവിക്കുന്നു, ഞങ്ങളൊക്കെയും ജീവിക്കുന്നു. പക്ഷേ ഈ വെള്ളക്കോഴി അറിയുന്നില്ല, അതിനെ കൊല്ലാനാ വളർത്തുന്നത്. 40 ദിവസമേ കൊടുക്കത്തുള്ളൂ. 41ൻ്റെ അകത്ത് ചട്ടിയിലാക്കും. ഇത് തന്നെയാണ് പിശാച് തരും സമയാസമയം. അയ്യോ, പലതും തന്ന് തൃപ്തിപ്പെടുത്തും. പക്ഷെ തിരിച്ചറിയുക, അവൻ കൊല്ലാനാ വളർത്തുന്നത്. ആമേൻ. അവൻ വരുന്നത് കൊല്ലാനാ. യോഹന്നാൻ 10:10. പിശാച് അഥവാ കള്ളൻ കടന്നു വരുന്നത് എന്തിനാ? അറുക്കുവാനും, മുടിക്കുവാനും, മോഷ്ടിക്കുവാനും, നിങ്ങളിലുള്ളത് മോഷ്ടിച്ചു കൊണ്ടുപോകുവാനും. അതുകൊണ്ട് പാപവുമായ ഒരു കോംപ്രമൈസിന് നിങ്ങൾ നിൽക്കരുത്. പാപം നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ തെറ്റിക്കും. അപ്പോൾ പാപം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അറിഞ്ഞോ അറിയാതെയോ പാപം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാം. നമ്മൾ ശരിയാണെന്ന് അല്ലെങ്കിൽ പാപമല്ല എന്ന് ചിന്തിച്ച് വച്ചിരിക്കുന്ന പലതും പാപമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ പാപത്തിൻ്റെ ഫലമായാണ് നമുക്ക് പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തത്. അപ്പോൾ ആ പാപത്തിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഒരിക്കലൊരു സഹോദരൻ പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ നിങ്ങളിൽ പലരെയും പോലെ വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ വിഷയം ഇതാണ്: തൻ്റെ ഭാര്യ താനുമായി പിണങ്ങിയായിരിക്കുന്നു, തൻ്റെ ഭാര്യയുടെ ഭവനത്തിലായിരിക്കുന്നു, എപ്പോൾ വേണമെങ്കിലും ഡിവോഴ്സ് ആകാം, എൻ്റെ കുടുംബജീവിതം തകർന്നുപോയി. ദേവദാസനെ, നിങ്ങൾക്കറിയാമോ, ഞാൻ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരുവനാണ്. ഞാൻ കുഞ്ഞുനാളിലെ ദൈവത്തെ അറിഞ്ഞവനാണ്, സ്നാനപ്പെട്ടവനാണ്. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, നേരത്തെയും ഇപ്പോഴും. പക്ഷേ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. അദ്ദേഹം അങ്ങനെ തറപ്പിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കുവാനുള്ള ചില സാഹചര്യങ്ങളെ ബൈബിളിൽ നിന്ന് ചൂണ്ടിക്കാട്ടി സംസാരിക്കുവാനിടയായി. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവസാനം ഞാൻ പാപത്തെക്കുറിച്ച് സംസാരിച്ചു. പാപം ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല. അദ്ദേഹം ആദ്യമൊക്കെ സമ്മതിക്കുവാൻ വിസമ്മതിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞു, അതേ ദേവദാസനെ, എൻ്റെ ജീവിതത്തിൽ ഒരു പാപം ഉണ്ടായിട്ടുണ്ട്. വിവാഹത്തിന് മുമ്പ് ഒരു പാപം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ശിക്ഷയാണോ ഞാനിപ്പോൾ അനുഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു, ശിക്ഷയാണോ ശിക്ഷയല്ലേ, അതല്ല വിഷയം. നിങ്ങൾ പാപം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന ആ
തകർച്ചയിൽ നിന്ന് പുറത്തു വരുവാനുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാത്തത്, അതേ പ്രിയരെ, പല പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടാത്തത്, നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരാത്തത്, കണ്ണുനീർ തോരാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പാപം ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആ കഷ്ടത അതിൻ്റെ പാപത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം, അല്ല എങ്കിൽ മറ്റു നിലകളിൽ കടന്നു വന്ന കഷ്ടതയായിരിക്കാം. ഏത് തന്നെ ആയിരുന്നാലും ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് അതിന് പരിഹാരം വരുത്താതിരിക്കുന്നത് നിങ്ങൾ പാപം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ആ സഹോദരൻ വ്യസനത്തോടെ ചോദിച്ചു, ദേവദാസനെ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ എന്തായാലും പാപം ചെയ്തു പോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? ഒരു ആദ്യമായി സുവിശേഷം കേൾക്കുന്ന ഒരു സഹോദരനെ പോലെ ആ സഹോദരന് ഒരു മാറ്റമുണ്ടായി. അത് നല്ലതാണ്. നമ്മൾ ഒത്തിരി പഠിച്ചു വച്ചിരിക്കുന്നു, എല്ലാം അറിയാമെന്നുള്ള ആ ഭാവമൊക്കെ മാറുന്നതാണ് പാപത്തിൽ നിന്ന് പുറത്തു വരുന്ന ആദ്യത്തെ സിംറ്റംസ്. അതെ, അങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ടോ? ഞാൻ എന്തൊക്കെയാണ്, ഞാൻ എല്ലാമാണ് എന്നുള്ള ആ ചിന്തയൊക്കെ, അതൊക്കെ പോകണം. അതൊക്കെ ഈ ലോകം നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതിൻ്റെ ഫലമാണ്. ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത്ര വർഷത്തെ പാരമ്പര്യം, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു. എന്ത് കാര്യം? പോയില്ലേ, എല്ലാം പോയില്ലേ? അപ്പോൾ ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, സഹോദര, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായി കാൽവരിയിൽ മരിച്ചു. ബൈബിൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ 1-ാമത്തെ ലേഖനത്തിൽ, തൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. താൻ പഠിച്ചു വെച്ച പാഠങ്ങളെല്ലാം മറന്നുകൊണ്ട് ആ മനുഷ്യൻ വല്ലാത്തൊരു ഭ്രമിച്ച അവസ്ഥയിൽ എന്നോട് ചോദിച്ചു, ദേവദാസനെ, അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു കൊച്ചു കുഞ്ഞിന്, സൺഡേ സ്കൂൾ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആ സഹോദരന് പറഞ്ഞു കൊടുത്തു. നിങ്ങളിൽ പലരും മനസ്സിലാക്കുവാൻ തന്നെ പറഞ്ഞു കൊടുത്തു. സഹോദര, മനുഷ്യ പ്രവർത്തികൾ പാപ പരിഹാരത്തിന് പര്യാപ്തമല്ലാതായി തീർന്നത് കൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് കാൽവരിയിൽ പിതാവായ ദൈവം പരിഹാരം വരുത്തിയത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴല്ല, മറിച്ച് ഈ രണ്ട് കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചിട്ട് ആ സഹോദരൻ ആ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി ദൈവാത്മാവ് തന്ന ആ പ്രാർത്ഥന നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. 1-ാമത്തെ കാര്യം, വിശ്വസിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ യാഗമായി തീർന്നത്, അതെ, അവൻ രക്തം ചിന്തിയത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പുതിയ നിയമത്തിൽ ഒത്തിരി തവണ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു സാമ്പിളിന് വേണ്ടി ഇരുന്നോട്ടെ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചത് എൻ്റെയും നിങ്ങളുടെയും പാപപരിഹാരത്തിനായാണെന്ന് വിശ്വസിക്കണം. എൻ്റെ യേശുപ്പൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത് എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് എനിക്ക് പരിഹരിക്കുവാൻ കഴിയാത്ത ആ തെറ്റിനെ നിങ്ങൾക്കിനി പരിഹരിക്കാൻ പറ്റുമോ? പറഞ്ഞുപോയി, പരിഹരിക്കാൻ പറ്റുമോ? ഇല്ല. കൂടി വന്ന ഒരു ക്ഷമ പറയാം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ പറ്റാത്ത പാപത്തെ പരിഹരിക്കുവാൻ വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. അത് വിശ്വസിക്കുക. 2, അനുതപിക്കുക, മനസാന്തരപ്പെടുക. അതെ, അനുതപിച്ച് ഏറ്റുപറഞ്ഞ് ആ പാപങ്ങളെ ഉപേക്ഷിച്ച് കളയുക. ആ തെറ്റ് ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, സഹോദര, ആ തെറ്റ് അത് നീ ഉപേക്ഷിച്ച് കളയുക. അപ്പോഴാ ഒരുപാട് പഠിച്ച ആളിൽ നിന്ന് തനി ഗുണം പുറത്തു വന്നേ. എന്താന്നോ, പുള്ളിക്ക് അതിപ്പോഴും വിട്ടുകളയാൻ പറ്റുന്നില്ല. അതിൻ്റെ ശിക്ഷയാ തകർച്ച. പലതും വിട്ടുകളയാൻ പറ്റുന്നില്ല, ഇങ്ങനെ കൊണ്ടു നടക്കുക. ബോധ്യം വന്നാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളയുക. അത് തെറ്റാണ്, പിന്നെ ആ തെറ്റിൽ തുടരരുത്. അത് എത്ര തന്നെ നമുക്ക് സന്തോഷം തരുന്ന കാര്യമാണെങ്കിലും അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളയുക. ആ മദ്യപാനശീലം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളയുക. ആ സിഗരറ്റ് വലി, ആ മോശം കൂട്ടുകെട്ട്, സഹോദരി, ആ ഫോൺ വിളി, സഹോദര, ആ ഫോൺ വിളി, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളയുക. ആ തെറ്റിൽ തുടരരുത്. ആ അനുതാപമാണ് പാപക്ഷമയിലേക്ക് നിങ്ങളെ നടത്തുന്നത്. മാനസാന്തരപ്പെടുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ തന്നെ, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും നശിച്ചു പോകും. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, പാപത്തിൽ നിന്ന് പാപം തിരിച്ചറിയുന്നവർ പുറത്തു വരണം, ആ പാപത്തെ വിട്ടുകളയണം, പിന്നെയും ആ പാപം ചെയ്യരുത്. ഈ 2 തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ, 1, കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, ആ വിശ്വാസമുണ്ട്. 2, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ആ പാപം,
അതിൽ തുടരത്തില്ല. അത് വാക്കുകൊണ്ടാവാം, പ്രവൃത്തി കൊണ്ടാകാം, നോട്ടം കൊണ്ടാവാം, ചിന്ത കൊണ്ടായിരിക്കാം, നിരൂപണങ്ങൾ കൊണ്ടായിരിക്കാം, എന്ത് തന്നെ ആയിരുന്നാലും ആ പാപത്തിൽ ഇനി ഞാൻ തുടരത്തില്ല. റെഡിയാണോ? ആ സഹോദരൻ ആ തീരുമാനമെടുത്തു. ആ സഹോദരന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവാത്മാവ് തന്ന ആ പ്രാർത്ഥന ഞാൻ പറഞ്ഞു കൊടുത്തു. എനിക്കൊപ്പം കേട്ട് ആ സഹോദരൻ ബൈ ഹാർട്ടാക്കി മാറ്റി. ആ പ്രാർത്ഥന നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. വിശുദ്ധ വേദപുസ്തക വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വാക്കിനാലോ പ്രവർത്തിയാലോ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ പാപങ്ങൾ മുഖാന്തരം ഞാൻ അനുഭവിക്കുന്ന മാനസികമായ ശാരീരികമായ കഷ്ടങ്ങളിൽ നിന്ന് കാൽവരിയിൽ എൻ്റെ പാപ പരിഹാരത്തിനായി ചിന്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് വിടുവിക്കണമേ. ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്ന്, ശാരീരികമായി മാനസികമായി ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്ന് എൻ്റെ പാപത്തെ ക്ഷമിച്ച് എന്നെ വിടുവിക്കണമേ. ആ കഷ്ടങ്ങൾക്ക് അറുതി വരും. സഹോദരാ സഹോദരി, ജോലിയില്ലാതെ നീ അനുഭവിക്കുന്ന കഷ്ടം, ജോലി സ്ഥലത്ത് പലതും ആകുവാൻ പ്രതീക്ഷിച്ച് കടന്നുപോയി ഒന്നും ആകുവാൻ കഴിയാതെ നീ ആയിരിക്കുന്ന ആ അവസ്ഥ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി നിലവിളിക്കുന്നുണ്ട്, മാറ്റം വരുന്നില്ല. ദിവസം പ്രതി ശത്രുക്കൾ ഏറി വരുന്നു, മാറ്റം വരുന്നില്ല. അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. പ്രതീക്ഷിച്ച് പോയി ഇതൊന്നും കിട്ടുന്നില്ല. അതെ, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. അറിഞ്ഞോ അറിയാതെയോ നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വാക്കിനാലോ പ്രവൃത്തിയാലോ ഞാൻ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ പാപങ്ങൾ മുഖാന്തരം ഞാൻ അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ കഷ്ടങ്ങളിൽ നിന്ന് കാൽവരിയിൽ എൻ്റെ പാപപരിഹാരത്തിനായി ചിന്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. ഈ തൊഴിലില്ലായ്മയുടെ അവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. ജോലി സ്ഥലത്ത് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. പ്രാർത്ഥിക്കുക സഹോദര. നീ പ്രാർത്ഥിക്കുമ്പോൾ ജോലി സ്ഥലത്ത് നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുവാൻ പോകുക. പാപം മറച്ചു കിട്ടിയ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങി പ്രവർത്തിക്കുവാൻ പോകുക. അതെ, നിനക്ക് പാപക്ഷമ കിട്ടിയിട്ടുണ്ട്, സ്വർഗം പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, അവൻ ഇറങ്ങി വരിക. ആ ശത്രു ചിതറിപ്പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ നിനക്ക് വിരോധമായി ജോലി സ്ഥലത്ത് വാതു വെച്ച് എഴുന്നേൽക്കുന്ന ആ ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികൾ ചിതറിപ്പോകുക. ഓ ആമേൻ. കർത്താവ് ഇറങ്ങി വരിക. നീ ജോലിക്കാരനായി മാറുക. ആ തടസ്സം മാറുക. കുഞ്ഞെ, ആ തടസ്സം മാറുക. ഓ സ്തോത്രം. നിന്റെ പാപത്തിന് പരിഹാരം വരുത്തപ്പെടുമ്പോൾ അതെ തടസ്സം മാറിപ്പോവുക. ജോലിമേലുള്ള തടസ്സം, വരുമാനമില്ലാത്ത തടസ്സം, ഒത്തിരി അധ്വാനിക്കുന്നുണ്ട് പക്ഷെ കയ്യിൽ നിൽക്കുന്നില്ല, പിശാചി ചാലുകീറി കൊണ്ടുപോവുക. സ്തോത്രം സ്തോത്രം. ആമേൻ. ആ പാപത്തിന് നീ അറുതി വരുത്തുമ്പോൾ ഓ സ്തോത്രം, അത് നിന്റെ ഭവനം അനുഭവിക്കും, നിന്റെ മക്കൾ അനുഭവിക്കും, നിനക്ക് സന്തോഷമാകും, നിന്റെ ഭാര്യ അനുഭവിക്കും, നിന്റെ കുടുംബത്തിന് പേരാകും, പെരുമയാകും. നീ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കും. എപ്പോ നിന്റെ പാപത്തിന് പരിഹാരം വരുമ്പോൾ. അതിനുവേണ്ടി ഈ പ്രാർത്ഥന അറിഞ്ഞോ അറിയാതെയോ നീ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ വിശ്വാസത്തോടെ തെറ്റുകളെ വിട്ടുകളഞ്ഞ് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ സഹോദരി പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? അയ്യോ ദൈവദാസനെ, വലിയ തെറ്റ് അതൊന്നും വേണ്ട, വലുതോ ചെറുതോ, അറിഞ്ഞോ അറിയാതെയോ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നന്മ ചെയ്യാൻ ഇച്ഛിച്ചിട്ട് തിന്മയാണ് ചെയ്യുന്നത്. അപ്പോഴാ ഇനി അതൊന്നും പറയണ്ട. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുവാൻ തയ്യാറാണോ? കർത്താവ് പണിയും. തകർന്നു പോയ നിന്റെ കുടുംബജീവിതത്തെ കർത്താവ് പണിയും. നിന്റെ ഭർത്താവിനെ മടക്കി വരുത്തും. ഓ താങ്ക് ഗോഡ്. അവൻ നിന്നോടൊപ്പം ജീവിക്കും. ഇനിയും അവൻ നിന്നോടൊപ്പം ജീവിക്കും. നീ അവനോടൊപ്പം സന്തോഷത്തോടെ ആ ദേശത്തിൽ നിന്നെ നിന്ദിക്കുന്ന പരിഹസിക്കുന്നവരുടെ മധ്യത്തിൽ നീ ജീവിക്കും. നിന്റെ ഭർത്താവിനൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ നീ ജീവിക്കും. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വാക്കിനാലോ പ്രവർത്തിയാലോ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ പാപങ്ങൾ മുഖാന്തരം ഞാൻ അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ കഷ്ടങ്ങളിൽ നിന്ന് എൻ്റെ പാപപരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ ചിന്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിച്ച് എന്നെ വിടുവിക്കണമേ. എൻ്റെ തകർച്ചയിൽ നിന്ന് വിടുവിക്കണമേ. എൻ്റെ പാപങ്ങളെ ക്ഷമിച്ച് എൻ്റെ ഭർത്താവിനെ മടക്കി വരുത്തണമേ. എൻ്റെ കുറവുകളെ ക്ഷമിച്ച് എൻ്റെ ഭർത്താവിനെ മടക്കി വരുത്തണമേ. യേശുവിൻ നാമത്തിൽ നീ പ്രാർത്ഥിക്കുക സഹോദരി. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടുമ്പോൾ നിന്റെ ഭർത്താവ് മടങ്ങി വരിക. യേശുവിൻ നാമത്തിൽ അവൻ മടങ്ങി വരിക. ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന്, ആ മദ്യപാന പുരയിൽ നിന്ന്, ഓ സ്തോത്രം, മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന്, അവൻ പിടിക്കപ്പെട്ട സ്ഥാനത്ത് നിന്ന് പിശാച് അവനെ പിടിച്ചു വച്ചിരിക്കുന്ന ആ സ്ഥാനത്തിൽ നിന്ന് കർത്താവ് അവനെ കെട്ടുപൊട്ടിച്ച് പുറത്തു കൊണ്ടുവരിക. ഓ താങ്ക് ഗോഡ്. പ്രാർത്ഥിക്കുക സഹോദര, പ്രാർത്ഥിക്കുക. വാക്കിനാലോ പ്രവൃത്തിയാലോ അറിഞ്ഞോ അറിയാതെയോ നിന്റെ ജീവിതത്തിൽ വന്നുപോയ നിന്റെ തെറ്റുകൾ മുഖാന്തരം, പാപങ്ങൾ മുഖാന്തരം നീ അനുഭവിക്കുന്ന മാനസികമായ ശാരീരികമായ കഷ്ടം, നിന്ന അപമാനം, അതിന് നിന്റെ പാപത്തിന് പരിഹാരമായി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിന്നെ ശുദ്ധീകരിച്ച് നിന്റെ കഷ്ടങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. നിന്റെ തകർച്ചയ്ക്ക് കാരണമായ ആ പാപത്തിൽ നിന്ന് നീ
പുറത്തു വരിക. സ്തോത്രം. ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, ആ സഹോദരൻ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം സന്തോഷത്തോടെ ആ സഹോദരൻ വിളിച്ചു പറഞ്ഞു, ദൈവദാസനെ ഞാനിപ്പോൾ സുഖമായി ഉറങ്ങുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ ദൈവദാസനെ ഞാനിപ്പോൾ സുഖമായി ഉറങ്ങുന്നുണ്ട്. എനിക്കിപ്പോൾ സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ വലിയ സന്തോഷത്തിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദര ഭാര്യ മടങ്ങി വന്നോ? ഭാര്യ മടങ്ങി വന്നില്ല, പക്ഷെ അതിലും അധികം ഞാൻ സന്തോഷത്തിലാണ്. സ്വർഗീയമാകുന്ന സന്തോഷം, സ്വർഗീയമാകുന്ന സമാധാനം ആ സഹോദരൻ്റെ ജീവിതത്തിൽ വന്നു. ചിലർക്കൊക്കെ സങ്കടം വന്നു, നെറ്റി ചൊളിച്ചു. വന്നെന്നേ അവർ രണ്ടുപേരും കൂടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ വരും. വന്നു. പക്ഷേ ഏറ്റവും പ്രധാനമത് സുഖമായി ഉറങ്ങുവാൻ. അയ്യോ, സുഖമായി സഹോദരി സുഖമായി ഒന്ന് ഉറങ്ങുവാൻ. ആ പാപമാ നിന്റെ ഉറക്കത്തെ നശിപ്പിച്ച് കളയുന്നേ. ഡിപ്രഷൻ അടിപ്പിക്കുന്നത് പാപമാ. ആഹാരം കഴിക്കുവാൻ കഴിയാതെ കണ്ണും കുടിഞ്ഞതാന്ന് മുറിക്കകത്ത് മൂലയിൽ ഒതുക്കിയിരുത്തുന്നത് പാപമാ. താങ്ക് ഗോഡ്. മാതാവേ, പിതാവേ, ആ പാപത്തിന് വേണ്ടി, മക്കളുടെ ജീവിതത്തിൽ വന്നുപോയ പാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? അയ്യോ, അവര് പ്രാർത്ഥിക്കത്തില്ലല്ലോ. നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുമല്ലോ. ആദ്യം നീ കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നു? ആ ശാപവാക്കുകളെ, അത് തെറ്റല്ലേ? ശപിച്ച് വാരിയപ്പോ അറിഞ്ഞില്ലേ? അത് തെറ്റാ. ആ പാപത്തിന് പരിഹാരം വരുത്തും. നീ പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് പ്രാർത്ഥിക്കും. യോബിന്റെ പുസ്തകം 1-5 വാക്യത്തിൽ യോബ് മക്കൾ പുറത്തുനിന്ന് അകത്ത് വരുമ്പോൾ അവർ വല്ല തെറ്റിലും അകപ്പെട്ടിരിക്കാം എന്ന് കരുതി അവർക്ക് വേണ്ടി ഹോമയാഗങ്ങളെ ചെയ്തു. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിന്റെ മക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക. അവരുടെ പാപങ്ങളെ കർത്താവ് ക്ഷമിക്കും. അറിഞ്ഞോ അറിയാതെ അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, അത് മുഖാന്തരം അവർ ആയിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരും. എങ്ങനെ ജീവിക്കാനുള്ള മക്കളാ? ഒത്തിരി പഠിപ്പിച്ചു, ജോലിയില്ല, കൂലിയില്ല, വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടുക. എത്ര എക്സാം എഴുതി പരാജയമാ, പഠനം പൂർത്തിയാക്കുവാൻ കഴിയുന്നില്ല, വല്ലാത്ത നിലയിൽ ബാധിക്കപ്പെട്ടായിരിക്കുക. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ദൈവമേ, എൻ്റെ തലമുറകൾ അറിഞ്ഞോ അറിയാതെയോ വാക്കിനാലോ പ്രവർത്തിയാലോ അവർ ചെയ്തു പോയ പാപങ്ങൾ, ആ പാപത്തിൻ്റെ ഫലമായി, ആ പാപം മുഖാന്തരം അവർ അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ കഷ്ടങ്ങൾ, തകർച്ചകൾ, പരാജയങ്ങൾ, അവരുടെ പാപ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ ചിന്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അവരെ കഴുകി ശുദ്ധീകരിച്ച് അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. അവരെ എനിക്ക് കൊള്ളാകുന്ന മക്കളാക്കി തീർക്കണമേ. അവർ ജോലിക്കാരായി മാറണമേ. അവർക്ക് അഡ്മിഷനുകൾ കിട്ടണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. അവർക്ക് മുമ്പിൽ രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരണമേ. അവർ നല്ല സ്വഭാവമുള്ളവരായി മാറട്ടെ. പാപത്തിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. മോശം സ്വഭാവങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് തൊടുകയാ, നിന്റെ തലമുറയെ തൊടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. പാപം അത് പല നിലകളിൽ വർക്ക് ചെയ്യും കേട്ടോ. പാപത്തിൻ്റെ ശമ്പളം മരണമെന്നാണ് ബൈബിൾ പറയുന്നത്. എന്ത് മരണമാണ്? ആത്മീയ മരണം മാത്രമല്ല, ശാരീരികമായി മരിച്ചുകൊണ്ടിരിക്കുക. അവയവങ്ങൾ ഓരോന്നോരോന്നായി രോഗാതുരമായിട്ട് മരിച്ചു. യേശുവിൻ നാമത്തിൽ ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുവാനല്ല പ്രാർത്ഥിക്കുന്നത്, പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുക. റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ? അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുള്ള വലുതോ ചെറുതോ അതൊന്നും നോക്കണ്ട. മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ വലിയ പാപമൊന്നും നിനക്ക് കാണത്തില്ല. പക്ഷേ ദൈവത്തിന് മുമ്പിൽ ആ ചെറിയ വാക്ക് പോലും അതൊരു പാപമാണ്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ, പ്രാർത്ഥിച്ച് പാപക്ഷമ നേടുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ തയ്യാറാണോ? പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ വാക്കിനാലോ പ്രവൃത്തിയാലോ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപമുഖാന്തരം ഞാൻ അനുഭവിക്കുന്ന ശാരീരികമായ രോഗങ്ങൾ, കഷ്ടതകൾ, ബലഹീനതകൾ, എൻ്റെ പാപപരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ ചിന്തപ്പെട്ട അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിച്ച് ഈ രോഗത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണമേ. പ്രാർത്ഥിക്കുക സഹോദരി, സഹോദര. നീ ഇപ്പോൾ സൗഖ്യമാകിയ യേശുവിൻ നാമത്തിൽ നീണ്ട നാളായി നിന്റെ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന ആ രോഗബന്ധനം, ആ രോഗാത്മാവ് ഇപ്പോൾ വിട്ടുപോവുക. ആമേൻ. ആ രോഗാത്മാവ് വിട്ടുപോവുക. അതേന്നെ, ആ രോഗാത്മാവ് വിട്ടുപോവുക. നീ സൗഖ്യമാകുക. ആമേൻ. ആ പാപത്തിൻ്റെ റിസൾട്ടാ ഒതുക്കപ്പെടുക. കടത്തിന് മേൽ കടം കയറി, നല്ലതൊന്നും നിന്നിൽ നിന്ന് വരുന്നില്ല, നന്മയായൊന്നും തീരുന്നില്ല, മോഷ്ടിക്കപ്പെടുക. ആ കച്ചവടം തകർന്നത് ഒരു വലിയ മോഷണം നടന്നു. ആരെന്നോ? പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോയി. അത് തന്നെ, പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോയി. നിന്റെ ആ സ്ഥാപനത്തെ തകർത്ത് നിന്നെ കടക്കാരിയാക്കി, നീ ചെയ്തത് മൊത്തം പാഴാക്കി നിന്നെ കടക്കാരനാക്കി, കടക്കാരിയാക്കി മാറ്റിയ ആ പിശാചിൻ്റെ പദ്ധതി. റെഡിയാണോ പ്രാർത്ഥിക്കുവാൻ? ആ പാപത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ കടം തലയിൽ നിന്ന് താഴെ വീഴും. കടം കൊണ്ടുവന്നത് പിശാചാണെങ്കിൽ പാപപരിഹാരം ആ പിശാചിനെ ജയിക്കുവാൻ നിന്നെ പ്രാപ്തനാക്കി തീർക്കും.
റെഡിയാണോ സഹോദരി സഹോദര? നിങ്ങൾ എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കും. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ വാക്കിനാലോ പ്രവൃത്തിയാലോ ഞാൻ അറിഞ്ഞോ അറിയാതെ വന്നുപോയ പാപങ്ങൾ മുഖാന്തരം ഞാൻ അനുഭവിക്കുന്ന കടവും കടഭാരവും നിരാശയും വേദനയും അപമാനവും തലകുനിക്കലും എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കാൽവരിയിൽ ചിന്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിച്ച് എൻ്റെ ബാധ്യതയിൽ നിന്ന്, പിശാചിനാൽ ഞാൻ ബാധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന്, കടത്തിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരണം. യേശു പ്രാർത്ഥിക്കുക, ആ കടത്തിൽ നിന്ന് നീ പുറത്തു വരിക. ആ കടമെന്ന മുഖം കർത്താവ് ഓടിക്കുക. അയ്യോ, ആ ആത്മഹത്യയിൽ നിന്ന് നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. നീ ചത്തിട്ടല്ല ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത്, നീ ജീവിച്ചിരുന്ന് അതിന് പരിഹാരം വരുത്തുന്ന ദൈവത്തെ കാണുവാൻ പോവുക. ഇനി നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുക. അവൻ മറുപടിയുമായി ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, 2 കാര്യങ്ങൾ. ഒന്ന്, വിശ്വസിക്കുക. എന്താണ് വിശ്വസിക്കേണ്ടത്? കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപപരിഹാരത്തിനായി മരിച്ചു. 2, അനുദപിക്കുക. ചെയ്തു പോയത് അറിഞ്ഞോ അറിയാതെയോ, വലുതോ ചെറുതോ എന്തോ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളയുക. അതിൽ തന്നെ തുടരരുത്. തുടർന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന ബേഹാട്ടാക്കിയല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഒപ്പം തന്നെ ഒപ്പമുള്ളവരിലേക്ക് ഈ മെസ്സേജ് അല്ല ഈ പ്രാർത്ഥന ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അറിയുന്ന നിങ്ങൾക്കൊപ്പമുള്ളവരുമായ ഒരു ഫാമിലി, ചെറിയൊരു പ്രൈസർ ഫാമിലിയുടെ ചെറിയൊരു സ്പെസിമെൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ചെറിയൊരു കൂട്ടം. എന്നിട്ട് നിങ്ങൾ പരസ്പരം അവരവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. പാപപരിഹാരത്തിനായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊപ്പമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മെസ്സേജുകൾ, രാവിലെയുള്ള മെസ്സേജുകൾ കേൾക്കുക. രാത്രിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതം മാറും. ഒരു കൂട്ടായ്മയുടെ അനുഭവം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് പ്രൈസർ ഫാമിലി നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന പങ്കാളിയായി, കൂട്ടായ്മയായി നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾക്കൊപ്പമുള്ളവരെ ചേർത്ത് അതെ ഒരു കൂട്ടായ്മയുടെ അനുഭവത്തെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അത് എങ്ങനെ നിങ്ങൾക്കത് പ്രാവർത്തികമാക്കാം, അതേക്കുറിച്ച് ഡൗട്ടുകളുള്ളവർ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. അതിന് ഞാൻ ക്ലാരിറ്റി വരുത്താം. നിങ്ങളെയും കർത്താവ് പ്രയോജനപ്പെടുത്തും. ഞങ്ങൾക്കൊപ്പം നിന്ന് അനേകരെ നേടുവാൻ കർത്താവ് നിങ്ങളെ പ്രയോജനപ്പെടുത്തും. അനേകർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അനേകരുടെ ജീവിതത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളെ കാണുവാനും ആമേൻ, ആ സാക്ഷ്യത്തിൽ നിൽക്കുവാനും നിങ്ങളെയും കർത്താവ് ഞങ്ങളെപ്പോലെ ഒരുക്കും. അപ്പോൾ ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. എല്ലാ ഞായറാഴ്ചയും 10:30 മുതൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ സഭാരാധനയുടെ ലൈവ് സ്ട്രീം ഉണ്ട്. നിങ്ങളൊരു ആരാധനയ്ക്ക് പോകുന്നില്ലെങ്കിൽ ആ സമയം നോട്ട് ചെയ്ത് ഒപ്പം ചേർന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി പാപമോചനം പ്രാപിച്ച പുതു മനുഷ്യരായി മാറുക. വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുക. പ്രാർത്ഥനകൾക്ക് മറുപടി പ്രാപിക്കുക. അതുപോലെ നിങ്ങൾ മറ്റൊരു സഭയിൽ പോകുന്നവരാണെങ്കിൽ അതിനുശേഷം ആരാധനയിൽ പങ്കുചേരുക. നിങ്ങളൊരു സഭയിൽ പോകാതെ ആയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള ഒരു അവസരം നിങ്ങൾക്കില്ല എങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം, ആരാധിച്ച് വിടുതൽ പ്രാപിക്കാം. എന്നാൽ കടടച്ചോ, വിശ്വാസ കർത്താവെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല പകൽക്കാലം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ, വാക്കിനാലോ പ്രവൃത്തിയാലോ ഇവരുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ കർത്താവെ, അത് എത്ര വലുതായിരുന്നാലും, കർത്താവെ, അത് കാലപ്പോക്കിൽ നിറം മങ്ങിപ്പോയതായിരുന്നാലും എല്ലാത്തിനെയും ഇപ്പോൾ കഴുകി ശുദ്ധീകരിച്ചു വിടുതലിന് തടസ്സമായുള്ള ആ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ഇവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ. ജോലിയില്ലാതെ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്ന അപ്പ യേശോപ്പ, ഇന്ന് അങ്ങ് ജോലി നൽകണമേ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും അഴിയട്ടെ. സ്വദേശത്തും വിദേശത്തും ജോലിയില്ലാതെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, ജോലി സംബന്ധമായി ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ, ശത്രുക്കൾ എഴുന്നേറ്റ് ജോലി ചെയ്യുവാൻ അനുവദിക്കത്തില്ല എന്ന് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉയർത്തിവിടുന്ന അനുഭവങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. ജോലി സ്ഥലത്ത് പ്രതിയോഗിയാൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. അപ്പോൾ ആ അത്ഭുതം പ്രവർത്തിക്കണമേ. സകല വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ കടഭാരങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. പലിശക്കടങ്ങൾ മാറിപ്പോട്ടെ. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. അപ്പോൾ ആ ആത്മഹത്യ മാത്രം പരിഹാരമെന്ന് ചിന്തിച്ച് എന്നെ കേൾക്കുന്നവർ അപ്പോൾ അങ്ങ് വിടുവിക്കണമേ കർത്താവേ. ഇവരുടെ പാപത്തെ ക്ഷമിച്ച് കടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. കുടുംബജീവിതങ്ങളെ പണിയണമേ. ഡിവോഴ്സുകൾ മാറട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യത്തിൽ ചേർന്ന് വരട്ടെ. യേശോപ്പാ, കുടുംബജീവിതത്തെ തകർത്ത് വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും അഴിഞ്ഞു മാറട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. ഓ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ മടങ്ങി വരട്ടെ. ഭർത്താവ് മടങ്ങി വരട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുപോകട്ടെ. വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ. അനുസരണവും അച്ചടക്കമുള്ള പിള്ളേരായി മക്കൾ വളരട്ടെ. ആമേൻ ആമേൻ ആമേൻ. പഠന വൈകല്യങ്ങൾ മാറട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കൾ കൈകളിൽ സ്തോത്രം, മക്കളെ പഠിപ്പിക്കുവാൻ വേണ്ടതങ്ങ് നൽകണമേ കർത്താവേ. അപ്പോൾ അത്ഭുതം പ്രവർത്തിക്കണമേ.
എല്ലാ രോഗങ്ങളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശാരീരം അനുഭവിക്കുന്ന രോഗങ്ങൾ, മാനസികമായ രോഗങ്ങൾ, ഡിപ്രഷനുകൾ, ഉറക്കമില്ലായ്മകൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. ഓ താങ്ക് ഗോഡ്. സൗഖ്യമായ കൃപയ്ക്കായി ആമേൻ, ആമേൻ, ആമേൻ. ഇവർ വിടുവിക്കപ്പെടട്ടെ. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയട്ടെ. ആ പണി പൂർത്തിയാക്കപ്പെടട്ടെ. പകുതി വഴിയിൽ നിന്നുപോയ പണി പൂർത്തീകരിക്കപ്പെടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. വസ്തുക്കൾ വാങ്ങട്ടെ. വസ്തു വിൽപ്പനകൾ നടക്കട്ടെ. വിറ്റ് ബാധ്യതകൾ തീർക്കട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. നന്മകളുടെ മേലുള്ള അവകാശവാദങ്ങൾ അഴിഞ്ഞു മാറട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കടകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല കച്ചവടം ഉണ്ടാകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. യെസ്, യേശുവിൻ നാമത്തിൽ, പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഇവരുടെ പാപങ്ങളെ ക്ഷമിച്ച് ഇവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി മാനിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.